അതിരാവിലെ ഉറക്കം എഴുന്നേറ്റ സമയത്ത് തന്നെ അവൻ എന്നോട് ചോദിച്ചു, ആൻറ്റി ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൊള്ളായിരുന്നു. ആ, പിന്നെ യാത്ര പോയതല്ലേ? യാത്ര പോയിട്ട് നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇന്നലത്തെ പോലത്തെ യാത്രയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇന്ന് നമ്മളൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലേ, ആദ്യം അത് നടക്കട്ടെ, എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ആലോചിക്കാം. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് നമ്മൾ എത്ര മണിയാകുമ്പം? അത് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു, നമുക്കൊരു 12 മണി ആ ഒരു സമയമാകുമ്പം പോയാൽ പോരെ? എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞു, 12 മണി വരെ നോക്കണോ? ഇന്ന് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ തീരെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം അതെനിക്കുണ്ടടാ. ഞാൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞില്ലേ നിൻ്റെ അടുത്ത്, 2 മണിയായി 3 മണിയായി. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സമയമൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം നടന്നിട്ടില്ലായിരുന്നു. പിന്നെ നീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നത്. പിന്നെ ഇന്നത്തെ കാര്യം കുറച്ച് നേരത്തെ ആവണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പാടാണ്. അത് നോക്കാം ആൻറ്റി. പിന്നെ ഇന്നെന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാട്ടോ എന്നവൻ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല, നീ ഇന്ന് പോയി കിടന്നുറങ്ങിക്കോ. ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായതാ, ഇന്നാണെന്നുണ്ടെങ്കിലും പോകാനുള്ളതാ. അതുകൊണ്ട് തന്നെ നീ ഇന്ന് പോയി കിടന്നുറങ്ങിക്കോ. അത് പറയുമ്പോൾ അവൻ പറഞ്ഞു, അത് സാരമില്ല ആൻറ്റി, ആൻറ്റി ഉറങ്ങില്ലല്ലോ, അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. ഞാൻ പറഞ്ഞു, വേണ്ട, നീ പോയി കിടന്നുറങ്ങിക്കോ, നല്ല ക്ഷീണമുണ്ട് നിനക്ക് മുഖത്ത്. അത് കുഴപ്പമില്ല ആൻറ്റി, ഞാൻ നോക്കിക്കോളാം, ഞാൻ ചെയ്തോളാം. എനിക്ക് ഇച്ചിരി നേരം ആൻറ്റിയുടെ കൂടെ നിൽക്കുന്ന സമയത്താണ് ഒരിച്ചിരി ആശ്വാസം തോന്നുന്നത്. പിന്നെ ആൻറ്റിക്കറിയാമല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ. ഞാനിങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെയാണ് എനിക്ക് ഹെൽപ്പായിട്ടുള്ളത്. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് സംസാരിക്കാനല്ലേ ഞാനുള്ള വേണ്ടത്, അപ്പം നീ അടുക്കളയിൽ വന്നു നിന്നു. പിന്നെ എനിക്ക് ഹെൽപ്പൊന്നും ചെയ്തു തരണ്ട. ഇന്ന് നിന്നെ വെറുതെ വിട്ടേക്കുന്നു. ഇന്നലെ നിന്നെ കൊണ്ട് ഞാൻ ഒരുപാട് പണി ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് തന്നെ നീ ഇന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നു, ഓക്കെ എന്ന് പറഞ്ഞ് അവനെ ഞാൻ അടുക്കളയിൽ കൊണ്ടുവന്നിരുത്തി. ശേഷം ഞാൻ അടുക്കളയിലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് അവൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ആൻറ്റി ഞാനെന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തു തരാട്ടോ, അങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കണ്ട. അത് പറയുമ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ കുട്ടനെ ഇവിടെ ഇരുന്നാൽ മതി. പിന്നെ നാളെ ഏട്ടൻ വരും, അപ്പോൾ പിന്നെന്ന് വെച്ചാൽ നീ അങ്ങ് പോവല്ലേ, അപ്പോൾ ഇന്ന് എന്തൊക്കെയായാലും നിനക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. അപ്പോൾ ഇന്ന് എൻ്റെ കുട്ടൻ്റെ കൂടെ ഇരിക്കും, ഞാൻ ശരിയാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ച് അവനെയും കൂട്ടി ഞാൻ പോയി ഭക്ഷണം കഴിച്ചു. എടാ, നീ പറഞ്ഞില്ലായിരുന്നോ ഇന്നലെ ഇനി നിനക്ക് വാരിത്തരണമെന്നൊക്കെ? ഞാനൊന്ന് വാരിത്തരട്ടെ ഇച്ചിരി നേരം. അത് പറയുമ്പോൾ അവന് ഒരുപാട് സന്തോഷമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പിടിപിടിച്ച് ആ ഒരു മീൻ കഷ്ണവും പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് അതിലേക്ക് ഉരുളയ്ക്കകത്ത് വെച്ചു. അതിനുശേഷം ഞാൻ വാരി കൊടുത്തു അവനൊരുപാട് സന്തോഷമായി. ഞാനത് കൊടുത്തപ്പോൾ എന്തോ ആ ഒരു സന്തോഷം അവൻ്റെ മുഖത്ത് കാണാമായിരുന്നു. അങ്ങനെ ഉച്ചയൂണും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തൊട്ട് പടിഞ്ഞാറ് വശത്തെ അവിടെ കസേരയിട്ടിരുന്നു. ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിച്ചു. എടാ, നിനക്കിഷ്ടപ്പെട്ട ഫുഡ് ഏതാ, എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നൈറ്റ് അത് പ്രിപ്പയർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ തരാം എന്ന് ഞാൻ പറയുമ്പോൾ അവൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ആൻറ്റി, എന്തുണ്ടാക്കിയാലും എനിക്ക് ഓക്കെയാണ്. ആൻറ്റിയുടെ കൈ വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ, എനിക്കൊരുപാട് ഇഷ്ടമാണത് എന്ന് പറയുമ്പോൾ, ഇടച്ചക്ക നീ എന്നെ സൂചിപ്പിക്കൊന്നും വേണ്ട, നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടവും കാര്യങ്ങളൊന്നുമില്ല, ആൻറ്റി എന്തുണ്ടാക്കിയാലും ഇഷ്ടവും കാര്യങ്ങളാണ്. പിന്നെ നൈറ്റ് സാൻഡ്വിച്ച് എന്തെങ്കിലും മതി, പുറത്ത് പോകുമ്പം കഴിക്കാനൊക്കെ അത് നല്ലതാ. പിന്നെ എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ എന്നവൻ എന്നോട് പറഞ്ഞു. എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനല്ലേ നിൻ്റെ കൂടെ, പിന്നെന്തിനാ പേടിക്കുന്നത്? അത് പറയുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ടല്ല, എനിക്ക് കാടൊക്കെ അല്ലേ അവിടെയൊക്കെ പോകുമ്പോൾ അതിൻ്റെ പേടിയുണ്ട്.
എടാ ചെക്ക, നിനക്ക് പേടിയോ? ചേടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നീ ഇന്നലെ വീരശ്വര പരക്കാമറിയാണെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ ഇന്ന് വിളിച്ചത്. നിനക്ക് ഇത്ര ധൈര്യമില്ലായിരുന്നോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവൻ ചമ്മലോട് പറഞ്ഞു, അതല്ല ആൻറ്റി ഞാൻ ഉദ്ദേശിച്ചേ, ഇന്ന് അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഒരു കാടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എടാ അവിടെ ഞാൻ പകല് പോയിട്ടുള്ളതാണ്, നല്ല പ്ലേസും ഏരിയയാണ്, പിന്നെ നല്ല സ്ഥലവും ഇരിക്കാനും എല്ലാം ഉണ്ട്, പിന്നെ നിനക്ക് അടിച്ചു പൊളിക്കാനും സ്ഥലങ്ങളുണ്ട് അവിടെ. അപ്പം നൈറ്റ് പോയാൽ എന്താണ് വിഷ്വൽസ് എന്നൊക്കെ അറിയാനുള്ള കൊതി കൊണ്ടല്ലേ നീ കൂടെ പോരെ എൻ്റെ കൂടെ. നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഞാനത് പറയുന്ന സമയത്ത് അവൻ പുഞ്ചിരിയോടെ അത് കേട്ടു. ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വരാം ആൻറ്റി, കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴാണ് ഇതെല്ലാം നടക്കുക, ഇപ്പോഴെങ്ങനെ നടക്കുമോ? അങ്ങനെ പറയുന്ന സമയത്ത് നൈറ്റ് ആവട്ടെ ആൻറ്റി, ഒന്ന് കാത്തു നിൽക്കുക, പേഷ്യൻസ് ആ ഒരു കാര്യം ആൻറ്റി ഒന്ന് കീപ്പ് ചെയ്യണം, ആൻറ്റിക്ക് തീരെ ക്ഷമയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കല്ല ക്ഷമയില്ലാത്ത, നിനക്കാണ്. ഇന്നലെ രാത്രിയിലാണെങ്കിൽ ശരി തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ അവനോടും പറഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. അങ്ങനെ കുറേ സമയം സംസാരിച്ച് പിന്നീട് ഞങ്ങൾ മുറിയിലേക്ക് പോയി. അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം എടുത്ത് കഴിച്ചു. എടാ, ഇപ്പം 7 മണിയായിട്ടേ ഉള്ളൂ. 8-9 മണിയാകുമ്പം നമുക്ക് രാത്രിയിലേക്കുള്ള ആ ഒരു ലഞ്ച്, ആ ഒരു ഡിന്നറും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അതുകൊണ്ട് നേരത്തെ എല്ലാം ശരിയാക്കട്ടോ എന്ന് ഞാൻ അവനോട് പറഞ്ഞ് ഞാൻ അവനെയും കൂട്ടി ഫുഡെല്ലാം റെഡിയാക്കാൻ തുടങ്ങി. ശേഷം കുറേ സമയം കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ സമയത്താണ് പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യങ്ങൾ ആലോചിച്ചത്. അങ്ങനെ ഞാൻ അവനുമായിട്ട് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി പുറത്തേക്കിറങ്ങി. കാട്ടിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് കുറേ നടന്നാൽ കായലാണ്. ആ കായലിന് തൊട്ടരികിലൊരു കാടുണ്ട്. ആ കാട്ടിൽ പോകാനാണ് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചത്. ആ സമയത്ത് രാത്രിയായിരുന്നു. ഇറങ്ങിയ സമയത്ത് തന്നെ മുറ്റത്താണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മിന്നാമിന്നികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുകളിൽ ആകാശം, നക്ഷത്രങ്ങളും നിലാവും എല്ലാം വെളിച്ചമുണ്ടായിരുന്നു. ചെറിയ ചെറിയ മഴ പൊടിക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ വളരെ കുളിര് പോലെ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും നടന്നു. ഞാൻ ഇടയ്ക്ക് അവനോട് ചോദിച്ചു, എടാ നിനക്ക് പേടിയുണ്ടോ? പേടിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേരെ നടക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പേടിയൊന്നുമില്ല, ആൻറ്റി ഉണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനൊരു തട്ടം കൊടുത്ത് നടക്കുന്ന സമയത്ത് ടോർച്ചും പിന്നെ ചെറിയ ചെറിയ വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും നടന്നിട്ടാണ് പോയത്. നടന്ന് ഞങ്ങളൊരു പ്ലേസിലെത്തി. അവിടെ നല്ല കാട് പോലെ കിടക്കുകയാണ്. മരങ്ങളാണെങ്കിൽ അടിക്കടിക്ക് മരങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ വേണ്ടും ഒരു യാത്ര. അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് പേടിയൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം അവൻ എന്നെ ഒന്ന് നോക്കി. ആൻറ്റി, എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ നീ പേടിക്കൊന്നും വേണ്ട, ഇത് ചെറിയൊരു സ്ഥലമാണ്, അങ്ങനെ നമുക്കൊന്ന് യാത്രപ്പെട്ട് മാത്രം വരാം എന്ന് പറഞ്ഞ് ഞാൻ അവനെ തള്ളി നീട്ടി. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പോയി കഴിഞ്ഞതിന് ശേഷം മഴയും കാറ്റും എല്ലാം ഉണ്ട്. ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു ചെറിയൊരു ആനമരത്തിന് താഴെയാണ്. അവിടെ എന്ന് വെച്ചാൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ തന്നെ പുഴയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലം അതാണ്. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. ആനയെങ്കിലും വരുമോ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ആന, അയ്യോ എടാ ആന വരുന്നുണ്ട്, ദേ മരത്തിന് അങ്ങോട്ട് ബാന്ന് നിന്നു എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഓട്ടം ഓടിച്ചെന്ന് കയറിയത് ഒരു മരത്തിന് തൊട്ട് താഴെയാണ്. അങ്ങനെ അവിടെ പോയി പതുങ്ങിയിരുന്നു ആള്. ശേഷം ഞാനും അവിടെ മാറിയിരുന്നു. ആന പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും പുറത്തോട്ടിറങ്ങിയത്. പെട്ടെന്ന് അവൻ കുറേ ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം അണയ്ക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ ഞാൻ ചോദിച്ചു, എന്താടാ പേടിച്ചു പോയി നീ? അപ്പം പറഞ്ഞു,
ആൻറ്റി, ഞാൻ നന്നായിട്ട് പേടിച്ചു. എനിക്കറിയില്ലായിരുന്നു. അയ്യോ, ആന. എനിക്ക് നല്ല പേടി തോന്നി ആൻറ്റി. നീ പേടിക്കൊന്നും വേണ്ട, അതൊന്നും ചെയ്യില്ല. പിന്നെ എൻ്റെ മുന്നിൽ ചെന്ന് ചാടായിരുന്നാൽ മതി. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയില്ലേ, നമുക്കിനി നേരെ പോവാം അവിടേക്ക് എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഒന്ന് തള്ളി. അപ്പം തന്നെ അവനും കൂടെ വന്നു. ശേഷം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കുറേയേറെ ദൂരെ പോയി. ശേഷം ആ ഒരു മഴയും കാര്യങ്ങളും എല്ലാം എത്തി. ഒരു കാട് കടന്ന് ഞങ്ങളെത്തിയത് ഒരു പുഴയുടെ അരികിലായിരുന്നു. ആ പുഴയുടെ അരികിൽ ഒരു വള്ളം കിടപ്പുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നമുക്ക് പോയാലോ അതിനകത്ത് കയറി. ചേച്ചിക്ക് എന്താ ഭ്രാന്താണോ? നിനക്കല്ലേ ഈ എക്സ്പെരിമെൻ്റൊക്കെ ഇഷ്ടമുള്ള കാര്യം, എന്നിട്ട് നീ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ? ഞാൻ ഇങ്ങനെയൊക്കെയെന്ന് വെച്ചാൽ ചേച്ചിയുടെ അത്രയും ഞാനില്ല, ആൻറ്റി എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്ന് അവൻ വീണ്ടും പറഞ്ഞു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കഥ കേട്ട എല്ലാവർക്കും നന്ദി. ഇനിയൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.